രേണു സുതി. രേണു സുതി ഒരു മണ്ടിയാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു കോമാളിയാണെന്നും ഒക്കെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവരാണ് ഏറ്റവും വലിയ കോമാളി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാര്യം എന്ന് പറയാൻ രേണു സുതി കൃത്യമായ പ്ലാനിങ്ങോടെ മുൻപോട്ട് നീങ്ങുന്ന ഒരാളാണ്. അല്ലെങ്കിൽ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഗോളിൽ എങ്ങനെ റീച്ച് ആവണമെന്നും ആ ഗോളിൽ എത്തുന്ന സമയത്ത് എങ്ങനെ അവിടെ ഓപ്പറേറ്റ് ചെയ്യണമെന്നും വരെ ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ഉള്ള ഒരാളാണ് രേണു സുതി. നിലവിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം രേണു സുതിയുടെ ഒരു യാത്ര അവർക്ക് അതിലേക്ക് എത്തണമാണെങ്കിൽ കേവലം കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും ബിഗ് ബോസ് പോലുള്ള ഷോയിലോട്ടൊന്നും വിളിക്കില്ല. അപ്പോൾ അവർക്കതിന് ഫെയിം വേണം. നിലവിൽ കേരളത്തിൽ ഫെയിം ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനെയും ഒക്കെ പോലെ അത് അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുക. അല്ലെങ്കിൽ ഈ ആറാട്ടൻ്റെയും അലിൻ ജോസ് പെരേരയും കൂടെ നടന്ന് എത്ര പേരാണ് നമുക്കും ഇതുവരെ കേട്ടില്ലാത്ത എത്ര പേരാണ് അവരുടെ ചെലവിൽ ഫേമസ്. അതുപോലെ ഇവർ ആദ്യം നമ്മുടെ കോഴിക്കോട്ടുള്ള ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കുന്നു, അയാളുടെ കൂടെ ഒരു ആൽബം ചെയ്യുന്നു, അങ്ങനെ കുറച്ച് പബ്ലിസിറ്റി കിട്ടുന്നു. അവിടെയൊക്കെ ഇവർ ഭയങ്കര ഒരു ഒരു എന്താ പറയുന്ന ഒരു ഫൺ അല്ലെങ്കിൽ കോമാളി ടൈപ്പിലാണ് അവിടെയൊക്കെ അവർ പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് മുൻപോട്ട് നീങ്ങുന്ന സമയത്ത് പിന്നെ ഇവർ ഈ അലിൻ ജോസിന്റെ ഗ്യാങ്ങിലോട്ട് പോകുന്നു. അവിടെ ഈ അലിൻ ജോസിന്റെ ഗ്യാങ്ങിൽ കുറച്ചധികം ആൾക്കാരുണ്ട് ഈ ഫെയിം നോക്കി നടക്കുന്ന അല്ലെങ്കിൽ ഇമാതിരി പരിപാടികളുമായിട്ട് നടക്കുന്ന. അവരുടെ കൂടെ കൂടുന്നു, അവരുടെ കൂടെ കുറേ റീൽസുകൾ ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ അവർക്ക് ഫെയിം, ഇവൾക്കും ഫെയിം. അവിടെ നിന്നാണ് ഗെയിം ചേഞ്ച് വരുന്നത്. അപ്പോൾ രേണു സുതിക്ക് മനസ്സിലായി താൻ ഒരു സംസാര വിഷയമായിരിക്കുന്നു, തനിക്ക് എന്താ പറയുന്നത് റീച്ച് ഉണ്ട് എന്നൊക്കെ മനസ്സിലായ രേണു സുതി അടുത്ത ലെവലിലോട്ട് മാറുമ്പോൾ താൻ സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ അവിടെയാണ് രേണു സുതി എക്സ്പോസ് ആകുന്ന സംഭവം വരുന്നത്. രേണു സുതി ഹോട്ട് സീറ്റോ അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നു. ഈ പെർട്ടിക്കുലർ പരിപാടി പോകുന്ന സമയത്ത് ഈ പരിപാടിയിൽ ഈ ചോദ്യം ചോദിക്കുന്ന ഇന്റർവ്യൂവർ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പേരിൽ ഇവർ ട്രോൾ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിഭീകരമായിട്ട് സൈബർ അറ്റാക്ക് നേരിടുന്നു. അതായത് അതിരൂക്ഷമായിട്ട് രേണുവിനോട് സംസാരിച്ചു, രേണുവിനോട് മര്യാദ കാണിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആങ്കർ വന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. അതായത് ഈ രേണു സുതി പറഞ്ഞിട്ടാണ് ഇവർ ആ ചോദ്യം ചോദിച്ചതെന്നും അല്ലെങ്കിൽ അത്ര അരഗൻ്റ് ആയിട്ട് സംസാരിച്ചതെന്നും. അതായത് രേണു സുതി ഇന്റർവ്യൂവിന് മുമ്പ് ഈ ചോദ്യകർത്താവിനോട് ആവശ്യപ്പെടുന്നു, അതായത് ഇങ്ങനെ റൂഡായിട്ട് സംസാരിക്കണമെന്നും അല്ലെങ്കിൽ തമാശയല്ല, തനിക്ക് വേണ്ടത് ഫണ്ണി വേയിലുള്ള ഒരു ഇന്റർവ്യൂ അല്ല എന്നൊക്കെ ഓൾറെഡി രേണു സുതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത് എന്ന് ഈ ചോദ്യകർത്താവ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം രേണു സുതി അവിടെ നിന്ന് ട്രാക്ക് മാറുകയാണ്. പിന്നീട് ഇങ്ങോട്ട് മുൻപോട്ട് വരുന്ന ഓരോ സാഹചര്യത്തിലും അവർ സ്ട്രോങ് ആണെന്ന് തെളിയിക്കാനും, അല്ലെങ്കിൽ അവർ നിലപാട് പറയാൻ അവർക്ക് പേടിയില്ല എന്ന് കാണിക്കാനും, അല്ലെങ്കിൽ അവർ സ്റ്റാൻഡുള്ള സ്ത്രീയാണെന്ന് കാണിക്കാനായിട്ടൊക്കെ അവരിങ്ങനെ ബോധപൂർവമായിട്ട് ഇടയ്ക്ക് ഓരോ സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോൾ അവർ ഏറെക്കുറെ ബിഗ് ബോസിന്റെ ഒരുപക്ഷെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കാണും. അത് കഴിഞ്ഞ് അവർ മുൻപോട്ട് വരുന്ന സമയത്ത് ഈ സുധിയുടെ മരണം വിറ്റ് കാശാക്കുന്നത്, അതായത് സഹതാപം, അതായത് മരണം വിറ്റ് കാശാക്കുന്നതല്ല, സുധിയുടെ ഓർമ്മ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കോൺട്രവേഴ്സി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത്, അതായത് ഒരു റീൽ ഷൂട്ടിങ്ങിനിടയ്ക്ക് ചാനലുകാരോട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാം വരില്ലേ എന്നവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവരെല്ലാം വരുന്നു, അവരെല്ലാം നിർത്തി അവിടെ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ കല്ലറയിൽ നടക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിമർശിക്കുന്നില്ല, അവർ സെൻറ്റിമെൻ്റൽ ആണോ അതോ റീച്ചിന് വേണ്ടി ചെയ്താണോ നമുക്കറിയില്ല. സ്റ്റിൽ ഓക്കെ, അത് പോട്ടെ. അത് കഴിഞ്ഞ് ഇവര് ഈ സംഭവം ഫുള്ള് പ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഈ സംഭവമൊക്കെ വേറെ ഉദ്ദേശത്തോടെ ഉള്ളതാണ് എന്ന് എക്സ്പോസ് ആകുന്നത് അവിടെ സ്വന്തം ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസം കേരളത്തിലെ നമ്പർ 1 കോമാളി അവിടെ വിളിച്ചവരുടെ വീടിന് മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് അവനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് കൈകൊട്ടുകയാണ്. അതായത് ഇവര് ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന ആളോട് ഒരു തരി ബഹുമാനം ഇവർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഒരല്പം റെസ്പെക്റ്റ് അവർക്കുണ്ടെങ്കിൽ അവരെന്താ ചെയ്യണ്ടേ? അങ്ങനെ ഒരു കോമാളിത്തരം ആ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് അലിൻ ജോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അലിൻ ജോസിനോട് പറയണം നിർത്തിക്കോ പരിപാടി, ഇവിടെ ഇത് നടക്കത്തില്ല, എന്റെ കെട്ടിയോൻ മരിച്ചിട്ട് 1 വർഷം കഴിയുന്ന ദിവസം ഇത് റീൽസിന്റെ ഷൂട്ടല്ല എന്ന് പറയണം. ഇവർ പുറകിൽ നിന്ന് കൈകൊട്ടുകയാണ്. അവിടെ ഇവർ എക്സ്പോസ് ആയിപ്പോയി. സ്റ്റിൽ ഇവർ ഈ വന്ന വഴികൾ, ഞാനിപ്പം പറഞ്ഞ വന്ന വഴികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇത് ക്ലിയർ ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ഈ പറയുന്ന രേണു സുതി എന്ന് പറയുന്ന ആള് അലിൻ ജോസിനെ പോലെയോ അല്ലെങ്കിൽ ആറാട്ടണ്ണനെ പോലെ ഒരു മണ്ടിയോ ഒന്നുമല്ല. അവർ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് എങ്ങനെ എത്തണമെന്ന് സെറ്റ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നും എന്തൊക്കെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണമെന്നും പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ്
രേണുസുതി എത്രമാത്രം ഇത് എക്സ്പോസ് ആകും, അല്ലെങ്കിൽ എത്ര നാൾ ഇത് മുൻപോട്ട് പോകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. രേണുസുതിയുടെ ഗോളിൽ എത്തുമോ എന്നൊക്കെ കണ്ടറിയാം. ആ ഗോളിൽ എത്തിയ ശേഷം അവിടെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടറിയാം. സ്റ്റിൽ നല്ല ഒന്നാന്തരം കൂർമ്മ ബുദ്ധിയുള്ള വ്യക്തിയാണ് രേണുസുതി എന്ന കാര്യത്തിൽ സംശയമില്ല.